ചിത്ര കഴിഞ്ഞ ദിവസം വാവ സുരേഷിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഇയാളെ കാണുമ്പോൾ അറപ്പ് തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു എന്നൊക്കെയാണ്. എനിക്ക് അയാളുടെ കമന്റ് കണ്ടിട്ട് എനിക്ക് അറപ്പ് തോന്നുന്നു സത്യം. ജോർജ് മാത്യു സാർ എന്തോ ചോദിക്കുമ്പോൾ വാവച്ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ ഒരാൾ ചോദിക്കുന്നതെന്ന്. ഓ, അത് പറമ്പ് വൃത്തിയാക്കാൻ വിളിക്കുന്നയാ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളത് പറമ്പ് വൃത്തിയാക്കാനോ? പാമ്പുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തും, എന്നിട്ട് പാമ്പ് പിടിക്കാൻ വന്നപ്പോഴാണോ മദ്യം പിടിച്ചിട്ട് വരുന്നത്? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ഇത് എങ്ങനെ ചെയ്യുന്ന തൊഴിലാന്നറിയില്ലേ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ കിഷോറേട്ടൻ ചോദിച്ചു, ചേട്ടാ ഈ പുള്ളി ഭയങ്കര കുടിയനാന്നൊക്കെയാണല്ലോ ഞാൻ കേട്ടത്, പുള്ളി കുടിക്കില്ലേ? ആ മനുഷ്യൻ കുടിക്കത്തൊന്നുമില്ല, നിന്നോട് ഇതൊക്കെ ആരാ പറയുന്നത് എന്നാ ചോദിച്ചേ. ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിലൊക്കെ ആൾക്കാരെ മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് ഈ കാണുന്നത്. കൗമുദി പോലൊരു ചാനലില് അയാളുടെ പേരിൽ മാത്രം ഒരു പ്രോഗ്രാം ഉണ്ട്, 1000 എപ്പിസോഡ് എങ്ങാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സെലിബ്രിറ്റി പാമ്പ് കൊടുത്തക്കാരൻ വെറുതെ പോയി വണ്ടിക്കാശ് മാത്രം മേടിച്ച് തിരിച്ചു വരുന്ന ഒരു മനുഷ്യൻ. ഇപ്പൊ നമുക്കറിയാം, ബൈക്ക് നന്നാക്കിക്കൂടെ? അയാൾക്ക് പൈസ ഉണ്ടെങ്കിൽ. വലിയൊരു കോടീശ്വരൻ എനിക്ക് 20 രൂപയുടെ നോട്ട് ചുരുട്ടി പിടിച്ച് കയ്യിൽ തന്നിട്ടുണ്ടെന്ന്. ഒരു പെൺകുട്ടി അത് ചെയ്യുമ്പോൾ അത് അടിപൊളിയും, ഒരു പുരുഷൻ അത് ചെയ്തപ്പോ അവൻ കുളിച്ചില്ല, നനച്ചില്ല, അവൻ കള്ളു കുടിച്ചിട്ട് വന്ന് ചെയ്യുന്നു, കാണുമ്പോ അറപ്പ് തോന്നുന്നു. ഈ പറഞ്ഞ റോഷിനി രാജവമ്പാലയെ പിടിച്ച് കവറിലിടുന്ന വീഡിയോ ഉണ്ട്, അത് കാണുമ്പോൾ ആർക്കും അറപ്പ് തോന്നില്ലേ? ചിത്ര കഴിഞ്ഞ ദിവസം വാവ സുരേഷിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. അപ്പൊ അതിന്റെ താഴെ വന്ന കമന്റ്സ് എന്ന് പറയുന്നത്, ഇയാളെ കാണുമ്പോൾ അറപ്പ് തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ അറപ്പ് തോന്നേണ്ട അല്ലെങ്കിൽ ദേഷ്യം തോന്നേണ്ട, ഇങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളാണ് വാവ സുരേഷ്. അത് ഇട്ടത് ഒരു മുജീബ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാൻ ആ കമന്റ് ഞാൻ കണ്ടു. ആദ്യം വന്ന കമന്റ് എനിക്ക് തോന്നുന്നു അതാണ്. നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നോക്കുമല്ലോ, ഈ മുജീബിന്റെ കൂടെ കിടക്കുന്ന ആളല്ലല്ലോ ഈ വാവ സുരേഷ്, പിന്നെ എന്തിനാണ് അയാൾ ഈ അറപ്പ് തോന്നുന്നു, വെറുപ്പ് തോന്നുന്നു? ഇവരുടെ വീട്ടിലേക്ക് വാവ സുരേഷ് വന്നോ? വാ ചേട്ടാ നമുക്ക് കുറച്ചേരം കെട്ടിപ്പിടിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നോ അറപ്പ് തോന്നാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടുണ്ടോ? ഒരു പാവം മനുഷ്യൻ ബാക്കിയുള്ളവർക്ക് വേണ്ടി അയാൾ ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കി, അയാൾക്ക് വേണ്ടി അയാൾ പാമ്പ് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അയാൾക്ക് അതിനകത്തുനിന്ന് വലിയ വരുമാനം പോലും അതിനകത്ത് കിട്ടുന്നില്ല. അതെ, ഇപ്പൊ വാവ സുരേഷുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വലിയൊരു കോടീശ്വരൻ എനിക്ക് 20 രൂപയുടെ നോട്ട് ചുരുട്ടി പിടിച്ച് കയ്യിൽ തന്നിട്ടുണ്ടെന്ന്. ഒരു പാമ്പ് പിടിച്ചിട്ട് പോകുന്ന തന്നെയാണ് അത്. അദ്ദേഹം പൈസ വാങ്ങി ചെയ്യുന്ന ഒരു ജോലിയൊന്നുമല്ല. ഇപ്പൊ എനിക്കൊന്ന് വണ്ടിക്കൂലിയൊക്കെ വാങ്ങാം. അതെ, അല്ലാതെ പുള്ളിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് പറ്റില്ല. ഇവിടുന്ന് ജില്ലകൾ താണ്ടിയൊക്കെ പോയി പാമ്പ് പിടിക്കാനായിട്ട് 20 രൂപയൊക്കെ ചുരുട്ടി കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം കാര്യമാണ്. ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ഒരു ജോലിയാണ്, എന്ത് ജോലി ആയിക്കോട്ടെ. അപ്പൊ എനിക്കോ ചിത്രക്കോ ഇവിടെ ഒരു പാമ്പ് കയറിയ പോയി പിടിക്കാൻ പറ്റില്ല, ഈ പറഞ്ഞ മുജീബിനും പറ്റില്ലായിരിക്കും. പക്ഷെ അത് ചെയ്യുന്ന അപ്പൊ വാവ സുരേഷിനെ പോലുള്ള ആൾക്കാർ, ഇത് ചെയ്യുന്ന ആൾക്കാരെ ഇങ്ങനെ മോശമായി കാണേണ്ട കാര്യമില്ല. ഇതെല്ലാം ഒരു സ്റ്റിഗ്മയല്ലേ? ഇപ്പൊ ജാതിയുടെ പേരിൽ അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിലൊക്കെ ആൾക്കാരെ മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് ഈ കാണുന്നത്. ഈ ആളുകള് ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ അവരുടെ എന്താ പറയാ പ്രായം കൂടുന്നുണ്ടാവും, പക്ഷെ അറിവ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ലേശം പോലും വിവരം ഇല്ല എന്നുള്ളത് ഇങ്ങനെ തെളിയിക്കുന്നത് എന്തിനാണ്? അവരിങ്ങനെ വന്ന് കമന്റ് ഇടുമ്പോ നമ്മൾ അവരെ കുറിച്ച് എന്താ വിചാരിക്കുക? അതായത് ഇത്രയും വിവരം കെട്ട മനുഷ്യരൊക്കെ ഈ കേരളത്തിലുണ്ടോ എന്നുള്ളതല്ലേ നമ്മൾ വിചാരിക്കുന്നത്. ഇല്ലാണ്ട് ഓ എന്തൊരു നല്ല മനുഷ്യനാ മുജീബ് എന്ന് വിചാരിക്കുവോ? എനിക്ക് തോന്നില്ല. ഞാൻ വിചാരിച്ചു ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു വൃത്തികെട്ടൊരു മനുഷ്യനാണോ ഈ മുജീബ് എന്നാണ് എന്റെ മനസ്സിൽ ഫസ്റ്റ് തോന്നിയത്. അത് ഞാൻ ഫിൽട്ടർ ചെയ്യാണ്ട് പറയാം. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര നന്നായിട്ട് മുജീബിന്റെ ഭയങ്കര പോളിഷ് ചെയ്ത് സംസാരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെ പോളിഷ് ചെയ്ത് സംസാരിക്കാൻ തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ അടിയിൽ വന്ന കമന്റ് കാണുമ്പോൾ തന്നെ ഇതിനകത്ത് മുജീബിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അയാൾക്ക് ആ വൈരാഗ്യത്തിന്റെ പുറത്താണെന്നുണ്ടെങ്കിലും പറയാം. പക്ഷെ അയാളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കമന്റ്സ് ഇടുന്ന ആൾക്കാരെ കുറിച്ച് ഒന്നും അയാൾ സംസാരിച്ചിട്ടില്ല. അയാള് പറഞ്ഞത് അയാളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഇപ്പൊ ഇവിടെ നടക്കുന്ന കുറച്ച് എന്താ പറയാ ഈ പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് ആൾ സംസാരിച്ചത്. എസ്പെഷ്യലി ആ 24-ൽ നടന്നിട്ടുള്ള ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് അയാൾ സംസാരിച്ചത്. ഇതിനകത്ത് അതിന്റെ അടിയിൽ വന്നിട്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കമന്റ് ഇടാതെ ഇന്ന് അയാളെ കണ്ടിട്ട് അറപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ അയാളുടെ കുടുംബക്കാരെ വിളിക്കുക, അങ്ങനത്തെ ഉള്ള കാര്യം. കുടുംബക്കാരെ വിളിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം, അങ്ങനെയൊക്കെ കമന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട്. ഇവരെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, ഭയങ്കര ഭ്രാന്തന്മാരായിട്ടും വൃത്തികെട്ട ചിന്താഗതിയുള്ള വൃത്തികെട്ട മനുഷ്യരായിട്ടും അറപ്പുളവാക്കുന്നത് നമുക്ക് ഇവരെയാണ്. അതായത് ഇങ്ങനെ ഇടുന്ന ആൾക്കാരെ പറ്റിയാണ് എനിക്ക് മുജീബിന്റെ അടുത്ത് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അയാളുടെ കമന്റ് കണ്ടിട്ട് എനിക്ക് അറപ്പ് തോന്നുന്നു സത്യം. ഇപ്പോൾ നമ്മുടെ അബാഗ് മീഡിയയില് നമ്മുടെ പാരാസൈക്കോളജിസ്റ്റായ പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റായ ജോർജ് മാത്യു സാറും വാവ സുരേഷുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്.
അപ്പൊ സമയമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണം. നല്ല രസമുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് ഏതോ ഒരു ഭാഗത്ത് ഈ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഞാനിങ്ങനെ സൈഡിൽ നിൽക്കണുണ്ട്. അപ്പൊ സാർ എന്തോ ജോർജ് മാത്യു സാർ എന്തോ ചോദിക്കുമ്പോൾ വാവച്ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എന്നോട് ഇങ്ങനെ ഒരാൾ ചോദിക്കുന്നതെന്ന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ ബാക്കിന്റെ തന്നെ റീൽസിൽ കിടപ്പുണ്ട് പുള്ളിയുടെ പഴയ ആൾക്കാരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കേണ്ടി വന്ന സാഹചര്യം. അങ്ങനെ കുറെ പറയുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് അയാൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ഈ പറഞ്ഞതുപോലെ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. പുള്ളി ആദ്യമൊക്കെ എനിക്ക് തോന്നും പുള്ളി ഇതിനെ പാമ്പിനെ അതിഥി എന്നൊക്കെ വിളിക്കുന്നത് എന്നൊക്കെ തോന്നും. പക്ഷെ പുള്ളി വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതിനകത്ത് തട്ടിപ്പില്ല, വെട്ടിപ്പില്ല, വേറൊരു മനുഷ്യനെ ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആരെ വേദനിപ്പിക്കാൻ പോലും പുള്ളി ഉദ്ദേശിക്കുന്നില്ല. അയാൾ സ്വന്തം കാര്യമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു കാര്യത്തിൽ നാട്ടുകാർക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഞാൻ സുരേഷ് ചേട്ടനോട് ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പാമ്പിനെ നമ്മൾ കാണുമ്പോൾ ചേട്ടൻ ആ ഒരു പാമ്പിനെ കാണുമ്പോൾ പേടിയോട് കൂടിയാണോ അതോ റെസ്പെക്റ്റോട് കൂടിയാണോ അതിനെ സമീപിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആള് പറഞ്ഞ എൻ്റെ അടുത്ത് റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് സമീപിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അതെനിക്ക് ഭയങ്കര ആളോട് റെസ്പെക്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ആള് ചെയ്യുന്ന ആ ഒരു തൊഴിലിനോട് അയാൾക്ക് അത്രയും പാഷനേറ്റ് ആയിട്ടാണ് അയാൾ അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഇരിക്കുന്നു മേഘ, നമ്മൾ നമ്മുടെ ജോലിയാണ് ചെയ്യുന്നത്, നമ്മൾ അതിനകത്ത് പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു ടെൻഷനും അല്ലെങ്കിൽ നമുക്കൊരു ഫിയർ വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു എത്ര നമ്മൾ സ്റ്റേജ് കഴിഞ്ഞാലും എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു ചെറിയൊരു രീതിയിൽ കയ്യിൽ നിന്ന് പാളിപ്പോകുമോ എന്നുള്ളൊരു സാധനം വരാറുണ്ട്. ഗസ്റ്റ് വരാറുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആളോട് റെസ്പെക്റ്റും ഉണ്ട്, പക്ഷെ അല്ലാണ്ട് നമുക്ക് ഉള്ളിലൊരു ഇത് വരാറുണ്ട്. എനിക്ക് തോന്നുന്നില്ല സുരേഷ് ചേട്ടൻ അങ്ങനത്തെ ഒരു ഇതുണ്ട് എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആളോട് പിന്നെയും ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ എന്തിനാ പേടിച്ചത്, ചേട്ടൻ എന്തിനാണ് ഏറ്റവും കൂടുതൽ പേടിയുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മരണത്തിന് ചേട്ടൻ ഭയക്കുന്നില്ല എന്നുള്ളത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്. സാധാരണ ആൾക്കാരുടെ ഉത്തരം മരണം എന്നുള്ളതായിരിക്കും. ആൾക്ക് മരണത്തിനെ പോലും ഭയമില്ല. ആൾക്ക് ആകെ പാടെ ഭയമുള്ളത് ആള് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊടുത്ത് തീർക്കണം. കാരണം ഞാൻ നാളെ മരിച്ചാലും എൻ്റെ വീട്ടുകാരെ ഈ കടത്തിന്റെ പേരിൽ ആരും ശല്യം ചെയ്യരുത് എന്നുള്ളൊരു ഭയം മാത്രമേ ആളുടെ ഉള്ളിലുള്ളൂ. അയാൾ അത്രയും ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരാളാണ്. ആളെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാവം കിട്ടും സത്യം. ഇപ്പൊ ഞങ്ങൾ അന്ന് ഈ പറഞ്ഞ ജോർജ് മാത്യു സാറിന്റെ വീട്ടില് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഫോണിലേക്ക് ചെറിയ 2 ഫോണാണ് ഉള്ളത്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി ഇതിനെപ്പറ്റി ആങ്ഷ്യസ് ആണ്. പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ, കോള് വരുമായിരിക്കും. അപ്പൊ ക്യാമറ ഒന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും കോള് വന്നോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. പുള്ളിയെ ആരെങ്കിലും വിളിക്കുവന്നോ, ആരെങ്കിലും വിളിച്ച് സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എവിടെയോ ആവശ്യക്കാര് വിളിക്കുന്നുണ്ട് എന്നുള്ള തോട്ടാണ്. എന്നിട്ട് ഈ ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു കോള് വരുന്നു. പുള്ളി കോൾ എടുത്തിട്ട് എന്താ പറഞ്ഞിട്ടാണോ, അവിടെയാണോ, ഓക്കെ പറമ്പിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഫോൺ വെച്ചു. അപ്പൊ ഇങ്ങനെ അടുത്ത് നേരെ ചോദിച്ചു, ഇപ്പൊ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഓ അത് പറമ്പ് വൃത്തിയാക്കാൻ വിളിക്കുന്നയാ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളത് പറമ്പ് വൃത്തിയാക്കാനോ, പാമ്പുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തും, എന്നിട്ട് പറമ്പും പൊടി പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ വൃത്തിയാക്കിപ്പിക്കും, എന്നിട്ട് പൈസ പോലും തരാതെ എന്നെ പറഞ്ഞുവിടും എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടത് ഞങ്ങൾക്ക് ഉണ്ടായൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ മനുഷ്യനത് അറിയാം പുള്ളി അങ്ങനെയാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത് എന്ന്. പുള്ളി അത് നോർമലൈസ് ഓക്കെ അങ്ങനെയാണ് അവരെന്നുള്ള സാധനം പുള്ളി അത് എടുത്തു കഴിഞ്ഞു. ആൾക്കാർ ഇപ്പൊ പറമ്പിലൊരു പാമ്പിനെ കണ്ടു എന്ന് വിളിക്കുമ്പോൾ എന്തായാലും അവിടെയൊക്കെ നോക്കും, കുഴിച്ചു നോക്കും, ഹോൾസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കും. അപ്പൊ പറമ്പ് വൃത്തിയായി അങ്ങനെയാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്ന. അയാളെ പോകുന്ന സ്ഥലത്ത് പൈസ കൊടുക്കില്ല, അതുപോലെ അവഗണന, വെള്ളം ചോദിച്ചാൽ പോലും കൊടുക്കാത്ത വീടുകളുണ്ട്. അല്ല, ആളെല്ലാരും ടാർഗറ്റ് ചെയ്യാണ്. ഇപ്പൊ 24ന്റെ ഒരു പരിപാടി കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് പുറത്തേക്ക് വന്നിട്ടുള്ള കുറെ ക്ലിപ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാ ആളുകളും കൂടി അങ്ങനെ ഇരുന്ന് ടാർഗറ്റ് ചെയ്യാണ് ആളെ. അതായത് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊക്കെ പറയണ പോലെ. ആള് പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആള് അത്രയും നാളുകളായിട്ട് കുറെ നമുക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യന് എന്താ പറയുക, ഇപ്പൊ വന്നിട്ടുള്ള കുറെ ആളുകൾ ശാസ്ത്രീയതയുടെ പേരിലും അങ്ങനെ കുറെ കാര്യങ്ങളുടെ പേരിൽ ഇങ്ങനെ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പം ആള് പറയുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാര് ഒരു റേഞ്ച് ഓഫീസറൊക്കെയാണ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ പ്രശ്നമില്ല, ഞാൻ കേട്ടേനെ. പക്ഷെ അത് പറയുന്ന ആൾക്കാർക്ക് യാതൊരുവിധ
അർഹതയും എന്നെ പറയാനില്ല പട്ടിപിടുത്തക്കാരനൊക്കെ വന്നിരുന്നു പുള്ളിയെ വിമർശിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് വന്ന് പറയുന്നുണ്ട്. അഡ്വക്കേറ്റിന്റെ കോമഡി എന്ന് വെച്ചാല് അഡ്വക്കേറ്റ് എന്തായാലും പാമ്പ് പിടിക്കാനൊന്നും പോകുന്നില്ല എന്നാണ് എനിക്കറിയില്ല അയാള് വേറെ പാമ്പ് പിടിക്കാൻ പോകുന്നുണ്ടോന്ന്. ആള് വരെ എന്നെ പറഞ്ഞു എന്നുള്ളത്. പിന്നെ അതിനകത്തുള്ള റോഷ്നി എന്ന് പറഞ്ഞിട്ടുള്ള അതും പാമ്പ് പിടിക്കുന്ന ഒരു ലേഡി തന്നെയാണ്. വൈറലായ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, രാജഗോപാലെ പിടിക്കുന്ന. അവരുടെയൊക്കെ പേരിൽ ഓരോ തരത്തിലുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഈ എന്താണ് ഇതിന്റെയൊക്കെ പേരിൽ കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ആളെ പറയാനായിട്ട് അർഹതയുള്ള ആൾക്കാർ പറയണം എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുവെള്ളത്തിന്റെ ഒരു കാര്യം. ഈ ഉപ്പുവെള്ളത്തിന്റെ കാര്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ കാണാതെയാണ് ഞാൻ പോകുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആള് പറഞ്ഞു ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പാമ്പ് കടിച്ച ഉടനെ തന്നെ ഉപ്പുവെള്ളം കുടിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഓഫ് കോഴ്സ് നമ്മൾ ചോദിക്കും പാമ്പ് കടിച്ചു കഴിയുമ്പോഴത്തേനും ഈ ഉപ്പുവെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേനും പ്രഷർ ഇതായി ബ്ലഡ് ഫ്ലോ കൂടുമല്ലോ. അപ്പം അത് പെട്ടെന്ന് നമ്മുടെ ഇതിനകത്തേക്ക് ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ആൾ തട്ടിപ്പോകാനുള്ള ചാൻസ് ഇല്ലേ എന്നുള്ളത് ചോദിച്ചു. അതായത് കഫം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എന്താ പറയുക, അത് പുറത്തേക്ക് ഛർദ്ദിച്ച് കളയണം. ഈ ഛർദ്ദിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഉപ്പുവെള്ളം കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആള് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ടിട്ട് ആളങ്ങ് എല്ലാവരും കൂടി വലിച്ചു കീറി അങ്ങ് ഒട്ടിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചപ്പം ആള് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ആൾക്ക് അറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പൊ പാമ്പ് പിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പം ആ ഒരു കാര്യത്തിന്റെ പേരിലും എന്താ പറയാ നടക്കുന്നുണ്ട് ടാർഗറ്റിങ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പാമ്പുകൾ അതായത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പാമ്പുപിടുത്തക്കാരുള്ളത്. അപ്പോ അതിന്റെ പേരിലും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ തന്നെ നടക്കുന്നുണ്ടാവും. നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ കൂടെ വേറൊരു പണി എടുക്കുന്ന ആൾക്കാരായിരിക്കാം. ആൾക്ക് ഇത് തന്നെയാണ് പണി. ഞങ്ങൾ അന്ന് ചെന്നപ്പോഴേക്കും ആളവിടെ ബൈക്ക് സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു സൈഡിലേക്ക് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ആള് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മളോടത്ത് വർത്താനം പറഞ്ഞപ്പോഴത്തേനും ഇത് പറയാൻ വേണ്ടി പറഞ്ഞതുമല്ല, വെയിറ്റ് ചെയ്യണ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ആളുടെ ബൈക്ക് ഒരു ബസ് വന്നിട്ട് ഇടിച്ചിട്ട് അവിടെ നിർത്തിയിട്ടേക്കുവാണ്. കാരണം അതിനകത്ത് ഇനി പണിയാനായിട്ട് ആൾക്ക് പൈസ ഇല്ല എന്നുള്ളത്. അത് ഈ പാമ്പ് പിടിച്ചിട്ടും വീഡിയോ ചെയ്തിട്ടൊന്നും പുള്ളി മറ്റേ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന വ്യക്തിയൊന്നുമല്ല. പുള്ളി എനിക്ക് തോന്നുന്നു കൗമുദിയിലാണ് സ്നേക് മാസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മുമ്പ് കൗമുദിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അവിടെ വരുമ്പോൾ ഞങ്ങളുടെ കൗമുദിയുടെ കോമ്പൗണ്ടിന് പുറത്തൊരു സ്ഥലത്ത് പാമ്പ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് വാവച്ചേട്ടനാണ്. അപ്പോൾ പ്രൊഡ്യൂസർ കിഷോറേട്ടൻ വാവച്ചേട്ടനെ വിളിക്കുന്നു. വാവച്ചേട്ടൻ വന്ന് ഇതൊക്കെ നോക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, പുള്ളി ഒരു ഇതില്ലാതെ ജോലിയും കൂലിയും ഇല്ലാതെ വെറുതെ നടക്കുന്നു, കള്ളുടിച്ച് നടക്കുന്നു എന്നൊക്കെ പറയുന്ന പലരും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പാമ്പ് അവിടെ ഉണ്ട് എന്നുള്ള സ്ഥലത്ത് നമ്മളെല്ലാരും കൂടി നിൽക്കുക. പാമ്പിനെ കാണാൻ വേണ്ടി ഞാനൊക്കെ എക്സൈറ്റഡ് ആയിട്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ എന്റെ അടുത്തൂടെ ഇങ്ങനെ വന്നിട്ട് അപ്പുറത്ത് നിന്ന് ആരോ മദ്യപിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ദേഷ്യം വന്നു. പാമ്പ് പിടിക്കാൻ വന്നപ്പോഴാണോ മദ്യപിച്ചിട്ട് വരുന്നത്? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ഇത് എങ്ങനെ ചെയ്യുന്ന തൊഴിലാന്നറിയില്ലേ? ഇങ്ങനെ പാവം കള്ളുടിച്ചിട്ടൊന്നും ചെയ്യുന്ന തൊഴിലല്ല, മാറി നിൽക്കുക അങ്ങോട്ടെന്ന് പറഞ്ഞ് ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കിഷോറേട്ടൻ ചോദിച്ചു, ചേട്ടാ ഈ പുള്ളി ഭയങ്കര കുടിയനാന്നൊക്കെയാണല്ലോ ഞാൻ കേട്ടത്, പുള്ളി കുടിക്കില്ലേ? പറഞ്ഞു ആ മനുഷ്യൻ കുടിക്കത്തൊന്നുമില്ല, നിന്നോട് ഇതൊക്കെ ആരാ പറയുന്നത് എന്നാ ചോദിച്ചേ. അങ്ങനെ ഒരു സ്റ്റിഗ്മയുണ്ട്. ആൾക്കാർ വിചാരിക്കുന്ന പുള്ളി കള്ള് കുടിച്ചിട്ടാ ഇത് ചെയ്യുന്നത് എന്നൊക്കെയാ. കണ്ണ് കണ്ടാല് നമുക്ക് തോന്നും പുള്ളിയുടെ കണ്ണ് അങ്ങനെയാണ്. അപ്പൊ ആ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും ഒക്കെ കുടിച്ച് തലേന്ന് അടിച്ച് ഫിറ്റ് ആയിട്ടാണ് പിറ്റേ ദിവസം നമുക്ക് ഷൂട്ടിന് വന്നിരിക്കുന്നത് എന്ന് തോന്നും. അത് ആള് പറഞ്ഞപ്പോഴേ ഞാനും അറിയണത് കുടിക്കില്ല എന്നുള്ളത്. ഈ മേഘ ഇപ്പൊ പറഞ്ഞാൽ എനിക്കറിയില്ല, അതായത് ആ ഇന്റർവ്യൂ എടുത്തോണ്ട് മാത്രമാണ് എനിക്ക് അറിഞ്ഞത് ഞാൻ ആള് കള്ള് കുടിക്കില്ല എന്നുള്ളത്. അതെ, പുള്ളി ഈ പറയുന്ന പോലെ വളരെ മാന്യനായൊരു മനുഷ്യൻ. അയാൾ ഡീൽ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ അന്ന് ജോർജ് മാത്യു സാറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ചായ എടുത്ത് മോളെ എനിക്ക് വേണ്ട, എന്ത് മാന്യമായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. ഭയങ്കര സ്നേഹമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. പുള്ളിയോട് എന്ത് ചോദ്യം ചോദിച്ചാലും പുള്ളിക്ക് ദേഷ്യമൊന്നും വരുന്നില്ല. പുള്ളി വളരെ കാമായിട്ട് ഒന്നുമില്ലായ്മ എന്ന് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ സ്നേക് മാസ്റ്റർ പോലൊരു പരിപാടി ഇപ്പൊ വേറൊന്നും എടുക്കണ്ട മേഘം, സ്നേക് മാസ്റ്റർ പോലെ ഒരു പരിപാടി കൗമുദി ചാനലിലാണ് ആ ഒരു പ്രോഗ്രാം ഉള്ളത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം
പാമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പം അല്ലാണ്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അവരെ വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോഴേക്കും നമ്മൾ കമ്പയർ ചെയ്യണം, ആളുകൾ ഇത് കമ്പയർ ചെയ്ത് തന്നെ കാണണം. ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് സെൽഫ് പ്രൊമോഷൻ ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുള്ള ഒരു സമയമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം. മാത്രമല്ല അയാൾക്ക് ഇപ്പൊ പോകുമ്പോഴേക്കും ഇപ്പൊ നമുക്കിവിടെ എറണാകുളത്തേക്ക് വരുമ്പോൾ പാമ്പ് പിടിക്കുന്നതിന് എനിക്ക് ഇത്ര ഫീസാണ്, എനിക്ക് ട്രാവലിംഗ് ഉൾപ്പെടെ ഇത്രയും തരണം വേണമെങ്കിൽ പറഞ്ഞ് മേടിക്കാനായിട്ട് കഴിവില്ലാത്ത മനുഷ്യനാണോ? സെലിബ്രിറ്റി പാമ്പ് കൊടുത്തക്കാരനാണ്. കൗമുദി പോലൊരു ചാനലില് അയാളുടെ പേരിൽ മാത്രം ഒരു പ്രോഗ്രാം ഉണ്ട്. 1000 എപ്പിസോഡ് എങ്ങാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. 1000 എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുള്ള ഒരു സെലിബ്രിറ്റി പാമ്പ് കൊടുത്തക്കാരൻ വെറുതെ പോയി വണ്ടിക്കാശ് മാത്രം മേടിച്ച് തിരിച്ചു വരുന്ന ഒരു മനുഷ്യൻ. ഇപ്പൊ വേണമെങ്കിൽ പറയാം, ഇപ്പൊ നമുക്കറിയാം ബൈക്ക് നന്നാക്കിക്കൂടെ അയാൾക്ക് പൈസ ഉണ്ടെങ്കിൽ. അതെ, അതുപോലും അയാള് ചെയ്യുന്നില്ല. അതുപോലെ ഇപ്പൊ റോഷിനി എന്ന് പറഞ്ഞ ആ മാഡത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, പുള്ളിക്കാരി ഫോറസ്റ്റിന്റെ എന്തോ ഓഫീസറൊക്കെയാണ്. പുള്ളിക്കാരിയും പാമ്പൊക്കെ പിടിക്കുന്നുണ്ട്. അത് കാണുമ്പോ ആഹയും അല്ലെ, അത് കാണുമ്പോ ആഹയും ഇത് കാണുമ്പോ ഓഹോ എന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ വർണ്ണവിവേചനം അതൊക്കെ ഇതിന്റെ അതൊക്കെ കൊണ്ടായിരിക്കും, അത് ഉറപ്പായിട്ടും ആയിരിക്കും. ഒരു പെൺകുട്ടി അത് ചെയ്യുമ്പോൾ അത് അടിപൊളിയും, ഒരു പുരുഷൻ അത് ചെയ്തപ്പോ അവൻ കുളിച്ചില്ല, നനച്ചില്ല, അവൻ കള്ളു കുടിച്ചിട്ട് വന്ന് ചെയ്യുന്നു, കാണുമ്പോ അറപ്പ് തോന്നുന്നു. ഈ പറഞ്ഞ റോഷിനി രാജമുമ്പാലെ പിടിച്ച് കവറിലിടുന്ന വീഡിയോ ഉണ്ട്, അത് കാണുമ്പോൾ ഇവർക്കാർക്കും അറപ്പ് തോന്നില്ലേ? അവര് ചോദ്യമല്ലേ അത്. ഇയാള് എന്താ പറയാ, അങ്ങനെ ആയതുകൊണ്ടല്ല, പാമ്പ് പിടിക്കുന്നത് കൊണ്ടല്ല അറപ്പ് ഉളവാക്കുന്നു എന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആള് അതിനകത്ത് പാമ്പ് പിടിക്കുന്ന ഒരു സാധനം പോലും നമ്മൾ കാണിച്ചിട്ടില്ല, എന്നിട്ടാണ് അതിനകത്ത് അറപ്പ് ഉളവാക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത്. പാമ്പ് പിടിക്കുന്നതിന് വലിയ അറപ്പ് വരേണ്ട കാര്യമില്ല, അതൊരു ജന്തുവാണ്, നമ്മൾ പിടിക്കുന്നില്ല. എനിക്ക് അറിയില്ല, എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പിടിക്കാത്തത്. പട്ടീനെ പോലും എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഒരു മയത്തിൽ മാത്രം ഞാൻ എല്ലാ കാര്യങ്ങളുടെ അടുത്ത് അത് ഇങ്ങനെ നിൽക്കത്തുള്ളൂ. അപ്പം അതിനകത്ത് പാമ്പ് പിടിക്കുന്ന വീഡിയോ പോലും കാണിച്ചിട്ടില്ല. ഇനി ആ ഇന്റർവ്യൂവിൽ ആ അയാളുടെ ഫ്രെയിം കണ്ടിട്ടാണോ, ഇനി നമ്മളെ കണ്ടിട്ടാണോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ആൾക്ക് എന്താ പ്രശ്നം? അങ്ങനെ പോലും കാണിക്കാത്ത ഒരാളെ എനിക്ക് തോന്നുന്ന വർണ്ണവിവേചനം അല്ലെങ്കിൽ അങ്ങനെയുള്ള പൈസ ഇല്ല എന്നുള്ളൊരു തോന്നല് ബാക്കിയുള്ളവർക്ക് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കൊണ്ടാണോ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ എന്ത് ജോലി ചെയ്താലും എല്ലാ ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. അയാൾ ചെയ്യുന്ന ഒരു തൊഴിലാണ്, ആരുടെ വീട്ടിൽ കയറി ഒന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല. അദ്ദേഹം ചെയ്യുന്ന ജോലിക്ക് ഒരു മാന്യതയുണ്ട്, എല്ലാവരും ചെയ്യുന്ന ജോലിക്ക് മാന്യതയുണ്ട്. ഇതെല്ലാം മാനിച്ചുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് അങ്ങ് വിടുക. നിങ്ങളെ ആരും ദ്രോഹിക്കാൻ വരുന്നില്ലല്ലോ. അതെ.